സ്വാഗതം ശർമ്മജി. നമസ്കാരം. നമുക്ക് കത്ത് വന്നിരിക്കുന്നത് കൊല്ലത്ത് നിന്നാണ്. ദിവ്യ മോഹനാണ് കത്ത് അയച്ചിരിക്കുന്നത്. ദിവ്യ മോഹൻ പറഞ്ഞിരിക്കുന്നത്, കുറച്ച് നാളുകളായി ഇടവിട്ട് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. പരിശോധനകളിൽ പ്രത്യേകിച്ച് അസുഖങ്ങളൊന്നുമില്ല. പക്ഷേ എനിക്ക് മിക്കവാറും ദിവസങ്ങളിൽ വീട്ടുജോലി പോലും ചെയ്യാൻ പറ്റാത്ത അത്ര ക്ഷീണവും മറ്റുമാണ്. ഗ്രഹനില നോക്കി പല കേസുണ്ട്. അതെ, ഗ്രഹനില നോക്കി വിശദമായ റിപ്ലൈ നൽകണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് മെഡിക്കൽ ടെസ്റ്റിലൊന്നും കിട്ടാത്ത പല കാര്യങ്ങളുണ്ട്. അവർ പിന്നെ സൈക്കോളജി വിഭാഗത്തിലേക്ക് വിടും. അതിലും പറ്റാതെ വന്നു കഴിയുമ്പോഴത്തേനും നിങ്ങൾ മതപരമായ എന്തെങ്കിലുമൊക്കെ നോക്കി പ്രാർത്ഥിച്ചൊക്കെ പോകും എന്ന് പറയുന്നത്. അപ്പം നേരിൽ കണ്ണുകൊണ്ട് കാണുന്ന അല്ലാതെ എങ്ങനെ വിശ്വസിക്കുന്നു? അതായത് സൂര്യൻ്റെ ജാതക നിലയിൽ സൂര്യനും രാഹുവും ദൃഷ്ടി പൂർണ്ണ ദൃഷ്ടിയോട് കൂടിയിട്ട് ചൊവ്വാഗ്രഹം, അതായത് ക്രൂരഗ്രഹമായ ചൊവ്വയും അതുപോലെ തന്നെ ശനി ഗ്രഹവും കൂടെ ഒരുമിച്ച് നിൽക്കുമ്പോൾ ഇതിനെ അഗ്നിമാരുതൻ എന്ന് പറയും. അഗ്നികാരകനാണ് ചൊവ്വ. അതായത് ഇലക്ട്രോണിക്കൽ അങ്ങനെയുള്ള വൈദ്യുതിയും കാന്തശക്തിയും ഇതൊക്കെ ചൊവ്വാഗ്രഹത്തിൽ നിന്ന് ആണ് വരുന്നത്. ചുമലഗ്രഹമാണ്, ക്രൂരഗ്രഹമാണ്. പുരാതനമായിട്ട് ഇതൊക്കെ യുഗങ്ങൾക്ക് മുമ്പ് തന്നെ കണ്ടുപിടിക്കപ്പെട്ടിട്ടുള്ളതാണ്. ഇപ്പം നോക്കിയപ്പോഴും അത് ചുവന്ന ഗ്രഹമാണ്. അതും ശനിഗ്രഹം കൂടെ നിൽക്കവേ ഈ സൂര്യൻ്റെയും രാഹുവിൻ്റെയും കൂടെ ദൃഷ്ടി വന്നാൽ ശരീരത്തിലെ ചുവന്ന രക്താണുക്കൾ കുറയുക, വെള്ള രക്താണുക്കൾ കൂടുക, അസ്ഥിക്കകത്തെ മജ്ജ ദ്രവിക്കുക, സ്ത്രീകൾക്കാണ് വെള്ളപ്പൊക്കം മുതലായിട്ടുള്ള അസുഖങ്ങൾ, ഞരമ്പിനകത്തൂടെയുള്ള ബ്ലഡ് സർക്കുലേഷൻ നിൽക്കുക, തലച്ചോറിനകത്തെ ഞരമ്പുകൾ വലിഞ്ഞ് ചുരുങ്ങുക. അതുപോലെ തന്നെ പഴയ കാലത്ത് പറയുന്ന ഭൂതം പ്രേതബാധ കൊണ്ടികൂടത്വം എന്ന് പഴമക്കാർ വിശ്വസിച്ച് ആചരിച്ച് വന്ന് എന്ന് കരുതപ്പെടുന്ന പോലെ, അല്ലെങ്കിൽ ആധുനിക വൈദ്യശാസ്ത്രത്തിലെ സെക്കൻഡ് പേഴ്സണാലിറ്റി, ദ്വന്ദ്വ വ്യക്തിത്വം എന്നൊക്കെ തോന്നൽ വരുന്ന രീതിയിലുള്ള മായാപ്രകടനം, പെട്ടെന്ന് ശരീരം കുഴഞ്ഞു വീഴുക, ചുഴലി പോലെ വീഴുക, കണ്ണിൻ്റെ കൃഷ്ണമണി മേലോട്ട് കയറുക, നാക്ക് കടിക്കുക, നാക്ക് നീട്ടുക, ഷൗട്ടിങ്, അലറുക. പെട്ടെന്ന് കണ്ടു കഴിഞ്ഞെന്നാൽ ഈ പഴമക്കാർ പറയുന്ന പോലെ ഇത് യക്ഷിയുടെ ബാധയാണ്, അല്ലെ ഗന്ധർവ ബാധയാണ് എന്ന് പറയത്തക്ക നിലയിൽ ആ ഭാവനയിൽ കാണിക്കുക. ശരീരത്തിന് ഉഷ്ണം, സഞ്ചാരം, പരവേശം, എത്ര വെള്ളം കുടിച്ചാലും നിൽക്കത്തില്ല. അപ്പോൾ പറയും ഇത് ബാധയാണ് എന്ന് പറയും. പെട്ടെന്ന് അബ്സോർവ് ചെയ്ത് പോകുന്നതാണ് സയൻറ്റിഫിക് മെത്തേഡിൽ. ഇങ്ങനെയുള്ള അസ്വാസ്ഥ്യങ്ങളൊക്കെ വരിക. ഇത് കൂടാതെ തന്നെ ഇടിമിന്നലേക്കുക, അതുപോലെ തന്നെ സൂര്യാഘാതം, പിന്നെ ഈയിടെ വന്ന ഒരു മഹാവ്യാധി ഉണ്ടല്ലോ, കൊറോണ, മസ്തിഷ്ക അമീബ, ഈ മൂക്ക് വഴി ഒക്കെ കയറുക എന്ന് സൂചിക്കപ്പെടുന്നതോ അല്ലെ കണ്ടുപിടിക്കുന്നതോ. പക്ഷേ അതിനെ ആധുനിക രീതിയിലുള്ള മരുന്നുകളെ കൊണ്ട് ഇതിനെ കൊന്ന് മാറ്റാൻ പറ്റും. എങ്കിലും ചിലത് അതിനകത്ത് പെട്ടുപോകുന്നതിന് ഇതിൻ്റെ എല്ലാം ഒരു ആകത്തുക ഈ ഗ്രഹങ്ങൾ, ഈ രണ്ട് സൂര്യനും രാഹുവിൻ്റെയും കൂടെ പൂർണ്ണ ദൃഷ്ടിയോടെ ശനി ചൊവ്വ ഗ്രഹത്തെ ദൃഷ്ടി ചെയ്യുന്ന വ്യക്തികൾക്ക് ഏതാണ്ടൊരു 90% കണ്ടുവരുന്നുണ്ട്. അത് കുഞ്ഞുങ്ങളായാലും ഉണ്ട്. അതുപോലെ തന്നെ വെള്ളപ്പാണ്ട്, ഇത് എവിടെ നിന്ന് വരുന്നു എന്നുള്ളതില്ല, ബ്ലഡിൽ നിന്നല്ല, എന്തോ വൈറ്റമിൻസിൻ്റെ കുറവെന്നേ പറയാൻ പറ്റുള്ളൂ. ആ വൈറ്റമിൻസിൻ്റെ എത്ര മരുന്ന് കഴിച്ചു കഴിഞ്ഞാലും തൽക്കാലം ഒന്ന് മങ്ങി പിന്നെയും വരും. അതുപോലെ തന്നെ വിണ്ട് കയറുക, ഇങ്ങനെയുള്ള അസുഖങ്ങൾ. ഇത് കൂടുതൽ വരുന്നതാണ് വീട്ടുജോലി പോലും ചെയ്യാൻ നിവൃത്തിയില്ല. തുണി ശരീരത്തിൽ സാരിയോ ബ്രായോ അല്ലെങ്കിൽ ആണുങ്ങൾക്കാണെങ്കിൽ പാൻറ്റോ ഡബിളോ ഒന്നും ഉടുക്കാൻ മേല, അത്രയ്ക്ക് വേദന, പെയിൻ. ഇതെവിടെ നിന്ന് ഉത്ഭവിക്കുന്നു എന്നുള്ളത് സെൽസൊക്കെ പെട്ടെന്ന് വീക്കാകുക. ഇങ്ങനെയുള്ള പല അസുഖങ്ങളുണ്ട്. ഇതിന് നമുക്കിനിയിപ്പം ഫലപ്രദമായ രീതിയിൽ അലോപ്പതി ട്രീറ്റ്മെൻറ്റ് വരട്ടെ, അതാണ് നല്ലത്. വരുന്നിടം വരെ വേണമെങ്കിൽ നമുക്ക് മറ്റേ വിശ്വാസത്തിലേക്ക് കുറച്ച് കടക്കാം.
അതായത് സർപ്പബലി. രാഹു എന്ന് പറഞ്ഞ സർപ്പമാണല്ലോ. അതൊരു മണ്ഡലക്കാലം നടത്തി സർപ്പബലി നടത്തി കഴിയുമ്പം ഇതിൻ്റെ അണുബാധകൾ കുറയും, കുറേ ശമനം വരും. പിന്നെ 100 പാലും എന്നൊക്കെ പറയുന്ന സർപ്പത്തിന് പ്രീതികരങ്ങളായ കാര്യങ്ങൾ ഒരു 15% കൂടെ കുറയും. ഗോമേതക രത്നം ഒരു 5% കൂടെ കുറയും. ഇത് സ്ഥിരമായി ചെയ്ത് കൊണ്ടേയിരിക്കുക. അടുത്ത ഒരു 10-12 കൊല്ലത്തേക്ക് ഇതിങ്ങനെ വന്നും പോയും നിൽക്കും. അതുവരെ മനുഷ്യൻ ഇതൊന്നും ചെയ്യാനുള്ള സഹനശക്തി ഇല്ലാത്തത് കൊണ്ടാണ് പണച്ചെലവും ഭാരിച്ച ചിലവും വരുന്നു. സാധാരണക്കാരൻ വന്നാൽ ഈ സർപ്പബലിയൊക്കെ ബുദ്ധിമുട്ടാണ്. പോയി തൊഴുത് പ്രാർത്ഥിച്ചൊക്കെ പോരാം എന്നുള്ളതേ ഉള്ളൂ. അതിന് വലിയ ചിലവില്ല. പക്ഷേ കുറച്ച് കഴിയുമ്പോഴത്തേനും മനസ്സ് മടുക്കും, ചെയ്തിട്ടും കാര്യമൊന്നുമില്ല. പിന്നെ അടുത്ത തലമുറയിലേക്ക് വരുമല്ലോ എന്നോർത്തിട്ട് കുട്ടികൾ ഉണ്ടാവാതിരിക്കുക, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. തലമുറയെ വരണമെന്നൊന്നുമില്ലത്, ചില കേസുകൾ വരുന്നുമുണ്ട്. സങ്കല്പസൃഷ്ടി മനോജന്യ വിഷമങ്ങൾ, ഉറക്കത്ത് സ്വപ്നാടനം പോലെ ഇറങ്ങി നടക്കുക, അതുപോലെ അമിതമായ ഏതെങ്കിലും പ്രകടനങ്ങൾ, അത് ബുദ്ധിയിലും അതുപോലെ യുക്തിയിലും വാചക കസർത്തുകളും അധ്വാനത്തിലും, അതായത് വലിയ ഘനമുള്ള സാധനങ്ങളൊക്കെ ചിലപ്പോൾ സെക്കൻഡ് നേരം കൊണ്ട് എടുത്തു മാറ്റുക. അപ്പം നമ്മൾ പറയുന്നത് ഏതാണ്ട് വാത കൂടി ചെയ്യുന്നത്, വലിയ അണ്ടാവിലെ വെള്ളവും സെക്കൻഡ് നേരമേ ഉള്ളൂ. അതുപോലെ ഇലക്ട്രിക് കയറി പിടിക്കുക, ചാവത്തില്ല, സ്വിച്ചെല്ലാം ഇതായി പോവും. ഇങ്ങനെയൊക്കെയുള്ള പല രീതികളിലാണ്, അതിനെ പല ഗ്രഹങ്ങൾ നോക്കുന്നത് കൊണ്ടാണെന്നാണ് ജ്യോതിഷികൾ പറയുന്നത്. ഇങ്ങനെ വൈദ്യശാസ്ത്രപ്രകാരം ഇങ്ങനെ പറയുന്നു. ഏതായാലും ഈ സർപ്പബലിയും 100 പാലും വഴിപാടുകളും ഒക്കെ ഒരു മണ്ഡലക്കാലം ചെയ്യുക, ഗോമേതകരത്നം ധരിക്കുക, വളരെ 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 ശമനം കിട്ടും. ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ വീട്ടു ജോലിയെങ്കിലും ചെയ്തു ഭർത്താവിനും കുഞ്ഞുങ്ങൾക്കുമൊക്കെ ആഹാരമൊക്കെ വിളമ്പി കൊടുത്തും, ഇന്നിപ്പോൾ ആധുനിക രീതിയിൽ വസ്ത്രം അലക്കാനും കാര്യങ്ങളും അരയ്ക്കാനും പിടിക്കാനും ഒക്കെ മിഷനറികൾ ഉള്ളതുകൊണ്ട് അതൊക്കെ എളുപ്പമുണ്ട്. ഇരുന്ന് കസേരയിൽ തന്നെ ഇരുന്ന് ചെയ്യാവുന്ന ഗ്യാസ് അടുപ്പ്, പഴയ കാലത്ത് വിറക് കീറണം, കുറ്റിയെടുപ്പ്, മണ്ണെണ്ണ സ്റ്റൗവ്, ആട്ടുകളുടെ അരയ്ക്കണം, ഇതൊന്നും വേണ്ടല്ലോ. ഇന്നിപ്പോൾ വളരെ എളുപ്പമുണ്ടല്ലോ. അങ്ങനെയൊക്കെ ചെയ്ത് എല്ലാവരും പറഞ്ഞ് മനസ്സിലാക്കി വെച്ച് സന്തോഷവതിയായിട്ട് മനസ്സെപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കണം. അതിനുള്ള എന്തു മാർഗം നോക്കിയിരുന്നാലും തെറ്റില്ല.